പാട്ട് പാട്ടെ. കുത്തിക്കൂറുമ്പൻ നമ്മളെ കുത്തിക്കൂറുമ്പൻ കൊമ്പനാണ് കുത്തിക്കൂറുമ്പൻ. പിന്നെ ഋഷു ഒന്നല്ലെങ്കിൽ അറബി പാട്ട് അല്ലെങ്കിൽ ആനപ്പാട്ട്, അറബി പാട്ട് ആനപ്പാട്ട്. പിന്നെ ഋഷു ഈ പാട്ടില് മ്യൂസിക് ഒക്കെ കിട്ടിയിരുന്നില്ലേ, അടിപൊളി മ്യൂസിക് സെഗ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് കേട്ടോ. രണ്ട് പല്ല് പറിച്ചു വൃത്തി പലർച്ചു നല്ല വേദന. ഇപ്പോഴും സംസാരിക്കുമ്പോ അതിന് വേദന മറക്കുന്നില്ല. ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് ഉണ്ടാക്കണത്. പിന്നെ കോൾസ്ലോ സാലഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കൂടെയുള്ള, അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. പിന്നെ ചപ്പാത്തിപ്പൊടി, അതായത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള കുബൂസും ആണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ മൂന്ന് റെസിപ്പി ആയിട്ടാവും ചെയ്യുന്നത്, ചിലപ്പോൾ എല്ലാം ഇതിൽ തന്നെ ഉൾപ്പെടുത്തും. മിക്കവാറും മൂന്നെണ്ണം ആയിട്ടാവും കേട്ടോ ചെയ്യുക. പണ്ടൊക്കെ ബ്രോസ്റ്റ് പറഞ്ഞാൽ എന്താന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ പണ്ട് മസ്ക് പോകാൻ സമയത്തുണ്ടല്ലോ ഇങ്ങനെ ബ്രോസ്റ്റ്, അപ്പൊ സമയം കുറേ അപ്പൊ മസ്ക് പോയി. എന്തായി കൊറോണ അല്ലേ, പിന്നെ ഞാൻ മസ്കൊക്കെ പോവാ. ഇപ്പൊ മദ്രസക്ക് പോകാൻ പറ്റൂല ഇപ്പൊ കൊറോണ ആയതുകൊണ്ട്. അതാ പിന്നെ എന്താ ബ്രോസ്റ്റ് വന്നാൽ ആദ്യം ഇപ്പളെ എന്താന്നറിയോ, ഈ അൽഫാമും നല്ല വെറൈറ്റി ഫുഡല്ലേ അതായിരുന്നു. ഇപ്പഴാ മനസ്സിലായി ബ്രോസ്റ്റ് വന്നാൽ. കൊറേ ദിവസം ഈ ബ്രോസ്റ്റ് ഋഷു പറഞ്ഞു ഉമ്മച്ചി നാളെ നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കാം. അതുകൊണ്ട് കൂടിയാണ് ബ്രോസ്റ്റ് ഉണ്ടാക്കിയത്. ഋഷുവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇപ്പൊ ഞങ്ങള് എങ്ങോട്ടേലും പോവാറ്, ചിലപ്പോ കല്യാണത്തിന് തന്നെ പോവാ കരുതിക്കോ. കല്യാണത്തിന് ഇങ്ങനെ പോണ വഴിക്ക് ഋഷു പറയും പപ്പ വിശക്കണുണ്ട് കേട്ടോ അറിയാം. അപ്പൊ മാത്രം അത് ഹോട്ടലിന്റെ മുമ്പിലൊക്കെ എത്തുമ്പോഴാവും. അത് മോളും അങ്ങനെ തന്നെ. അത് നല്ലോണം വിശന്നിട്ടാണ്. പിന്നെ മോളും ഇങ്ങനെ പറയാനൊന്നുമില്ല, ഓളും അങ്ങനെ തന്നെ ചെയ്യും. നമ്മളെങ്ങോട്ടെങ്കിലും വണ്ടിയിൽ പോകുമ്പോൾ അപ്പൊക്കെ വിശക്കും. എന്തിനാ അറിയോ, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ. ചിലപ്പോൾ വീട്ടിൽ നിന്ന് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടാക്കരം പോവുക. അങ്ങനെയൊക്കെയാണ്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആവൂലേ. പിന്നെ കുട്ടികളെ പപ്പക്കും തന്നെ ഹോട്ടൽ ഫുഡ് പറഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ പണ്ട് ഋഷുക്കെ ചെറിയതായിരിക്കുമ്പോ. പിന്നെ കുറച്ചൊക്കെ പണ്ട് സ്ഥലത്തേക്ക് പോകട്ടെ നമ്മള്. അപ്പൊ താത്ത സാമിച്ച് ഉണ്ടാക്കി. പിന്നെ ഇതില്ലേ മറ്റേ സാമിച്ച്, പൊട്ടറ്റോ സാൻഡ്വിച്ച്, അതുണ്ടാക്കിട്ട് ഞങ്ങളൊക്കെ തന്നിനു. അപ്പൊ അവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോ താത്താക്ക് ഛർദിച്ചാ നിന്നു. അവിടുന്ന് ഒരു വേലൊക്കെ ആകുമ്പോഴാട്ടോ അത് പോയത്. പിന്നെ അവിടുന്ന് ഛർദിച്ചു. ഞാനൊന്നും ഛർദിച്ചില്ല. എപ്പോഴും അങ്ങനെക്ക് ഇപ്പൊ അടുത്താണ് മാറിയില്ല. ഇതുവരെ എങ്ങനെയാണെന്ന് അറിയോ, കാറിൽ കേറി ഛർദിക്കും. ഒരു ദിവസം കാറിൽ ഇങ്ങനെ കേറിയിട്ട് ഇരുന്നിട്ടില്ല, കേറിയിട്ട് ഛർദിച്ചിക്കുക. എല്ലാവർക്കും എൽപ്പില്ല, കാരണം കാറിൽ ഇരുന്നിട്ടില്ല, കാർക്ക് കേറണുള്ളൂ. അപ്പൊ തന്നെ ഛർദിച്ച അവസ്ഥ. എന്തായാലും ഇപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എങ്ങോട്ടും പോവാനും പറ്റുന്നില്ലല്ലോ. ഇതെല്ലാരും എന്ത് ചെയ്യുന്നറിയോ, എന്നോട് ഇങ്ങനെ പറയാം അങ്ങനെ ചെയ്യാനെങ്കിൽ മാറില്ല. ചിലപ്പോ ഇങ്ങനെ പറ്റിക്കോ വാപ്പച്ച് പറഞ്ഞിരുന്നു കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ. ഇതാകുമ്പോ ഞാൻ നോക്കി ഛർദിക്കൂല, കാരണം എന്റെ മനസ്സിൽ അതല്ല കേട്ടോ. പിന്നെ നമ്മൾ ഛർദിക്കാതിരിക്കാൻ എല്ലാവർക്കും അറിയുന്ന ടിപ്സ് തന്നെയാവും. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ ഛർദിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്നതിന്റെ അടിയിൽ കുറച്ച് പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും മാഗസിൻസ് ഒക്കെ വെച്ചാൽ മതി. തണുപ്പുവെള്ളം കൊണ്ടിട്ട് ഞാൻ കുടിച്ചു. അപ്പൊ ഒറ്റൊരു ഛർദിച്ച ബന്ധുമക്ക്. പിന്നെ ഇതിൽ നിന്നപ്പോണ്ടല്ലോ ഒറ്റ ഛർദിച്ചല്. അപ്പൊ കത്തി നിർത്തിയാലോ? അപ്പൊ ഞങ്ങളെ തള്ളലും വെറുപ്പിക്കലും ഒക്കെ ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കാം. ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു ചിക്കൻ 8 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് ആദ്യം കുറച്ച് വിനാഗിരിയിലൊന്ന് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും, അതുപോലെ ജ്യൂസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 3/4 കപ്പ് വിനാഗിരി വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളമൊക്കെ മുളക് പൊടി ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റി ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടാനാണ് കേട്ടോ. എന്നാലാണ് ബ്രോസ്റ്റിൻ്റെ ഉള്ളിലത്തെ ചിക്കൻ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 മണിക്കൂറൊക്കെ ഇങ്ങനെ വെക്കണം. അപ്പോൾ അത്രയും നല്ലതായിട്ട് കിട്ടും. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം വേണം ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോട്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോറും ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടിയൊക്കെ ചേർക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് പൗഡറും ചേർക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഈ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളൊക്കെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിൽ മുക്കിയിട്ടാണ് കേട്ടോ ഇനി ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ 2 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഈ ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കന്. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്ലോറൊക്കെ ഉണ്ടല്ലോ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ചിക്കൻ. അപ്പോൾ ചിക്കൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നമ്മൾ കുടഞ്ഞ് കളയണം കേട്ടോ. എന്നിട്ട് വേണം ഈ ഫ്ലോറിലൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമ്മൾ മുട്ടയും പാലും മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ ഒന്നും കൂടെ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കോട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ തിളപ്പിച്ച് വെക്കണം കേട്ടോ. അതുപോലെ ഒരു ട്രിപ്പിൽ എത്ര ചിക്കനാണോ ഫ്രൈ ചെയ്യുന്നത് അത് മാത്രം കോട്ട് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ചിക്കനുമേ കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് ഇളകി പോരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രിപ്പിൽ 3 ചിക്കനാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ 3 ചിക്കനും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ പ്രഷർ കുക്കറിലാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് കുക്കറിൻ്റെ വിസിൽ ഊരിയതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് വേവിക്കാൻ. വിസിൽ വെച്ച് കൊടുക്കരുത്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുക്കറിലല്ലാതെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. പിന്നെ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. ഉള്ളു വേവാത്ത പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതൊരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താൽ മതി. പിന്നെ എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ 5 മിനിറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ തുറന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ അത് ചിലപ്പോഴേ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുള്ളൂ. ചിലപ്പോൾ ഈ സമയത്തിൽ തന്നെ നല്ല പോലെ ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ല പോലെ മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ തുറന്ന് വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഈ കുക്കറിൽ കൊള്ളുന്ന അത്ര ചിക്കനെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറേ ചിക്കൻ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്, നല്ല പോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇനി വേണം കേട്ടോ അടുത്ത ട്രിപ്പിൽ ചിക്കൻ പൊരിക്കാനുള്ളത് കോട്ട് ചെയ്തെടുക്കാൻ. അല്ലാതെ ഒന്നിച്ച് കോട്ടിങ് ചെയ്ത് വെച്ചേക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിട്ടു പോരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇത് സ്ട്രൈനറിൽ തന്നെ വെക്കണം കേട്ടോ. എന്നാലാണ് എക്സ്ട്രാ ഉള്ള എണ്ണയ്ക്ക് ഒന്ന് വാർന്ന് പോവുള്ളൂ. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാനിതിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് പുറമേ ഇരിക്കുന്നത്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ കുട്ടീസിന് എന്താണെങ്കിലും ബ്രോസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രോസ്റ്റിൻ്റെ കൂടെ കോൾസോ സാലഡും പിന്നെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള കുബൂസുമാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അടിപൊളിയാണ്, അടിപൊളി സാധനമാണ്. സന്തോഷോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഈ സമയത്ത് തന്നെ പല്ലും പറിച്ചു, അല്ലെങ്കിൽ ഞാനൊക്കെ ഇങ്ങനെ തിന്നില്ല. ഇത് മണ്ണ നഖം കൊണ്ട് വറുത്ത് തിന്ന, എന്നിട്ട് ഇതിലും മുട്ടിക്കുന്ന ഗോതമ്പ് കുബൂസിൻ്റെയും കോൾസോ സാലഡിൻ്റെയും റെസിപ്പിയൊക്കെ ഞാൻ നാളെ മറ്റന്നാളുമായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.